ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന മട്ടരി വെച്ചുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മട്ടരി പൊടിച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വറുത്തെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് തന്നെ മതിയാകും. ഒരു 4-5 ആളുള്ള ഫാമിലിക്ക് 1 കപ്പ് പൊടിയും എടുത്താൽ മതിയാവും കേട്ടോ. ഇത് 1 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് മട്ടരി കുതിർത്ത് വെച്ചിട്ട് പിന്നെ അതിലുള്ള വെള്ളമൊക്കെ വാർത്തതിന് ശേഷം മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ട് അവിടെ നിന്ന് തന്നെ വറുത്തിട്ട് കൊണ്ടുവന്ന പൊടിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പൊടിയെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് കറക്റ്റ് അളവാണ് ഈ ഒരു വെള്ളം. വറുത്തെടുക്കുന്ന പൊടി ആയതുകൊണ്ട് തന്നെ ഇത് നല്ലോണം കുതിർന്ന് വരും കേട്ടോ. അപ്പോൾ നമുക്കൊരു 5 ആൾക്ക് കഴിക്കാനുള്ള പുട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് സമയമൊക്കെ ഇങ്ങനെ ഇരുന്നോട്ടെ. അതിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ അത് ഇത്രയും കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് അതിലുള്ള കട്ടകളൊക്കെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താലും മതി. എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ച് വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കട്ടകൾ ഇതുപോലെ ഉടച്ചെടുക്കാൻ പറ്റൂല കേട്ടോ. കയ്യിൽ നിന്ന് ഇങ്ങനെ പൊടി ഇങ്ങനെ ചാടുന്ന രൂപത്തിലാവണം നമുക്കിത് കിട്ടേണ്ടത്. കണ്ടോ, ഇതുപോലെ ആവണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പുട്ടിന് സോഫ്റ്റ് ഉണ്ടാവില്ല, കുറച്ച് ഹാർഡായ പോലെ ആയിരിക്കും കേട്ടോ വെള്ളം കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞ അളവിലുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. പിന്നെ അതുപോലെ നിങ്ങളുടെ അടുത്ത് കപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൽ അതിൻ്റേതായിട്ടുള്ള അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് പുട്ടുണ്ടാക്കുന്നത്. ആദ്യം ഇതിലേക്ക് ഞാൻ 2-3 ടീസ്പൂണ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നിറച്ചും പൊടിയിട്ടിട്ട് നമ്മൾ പുട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ വലിയ ഒരാൾക്ക് കഴിക്കാൻ ഇതൊന്നു തന്നെ മതിയാകും കേട്ടോ. അത്യാവശ്യം വയറ് നിറയാനുള്ളതൊക്കെ ഈ ഒരൊറ്റ ഒന്ന് തന്നെ ഉണ്ടാവും. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി പൊടിയിട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ ഇത്ര എന്തായാലും കഴിക്കൂലല്ലോ. അപ്പോൾ അതുപോലെ ഇനി 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിലും നമുക്ക് അവർ വേസ്റ്റ് ആക്കാതെ തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ചെറിയ മോനൊക്കെ ഹാഫായിട്ടാണ് ഇട്ട് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ അത് അവർക്കൊരു കറക്റ്റ് അളവിലുള്ളൊരു പുട്ടായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഞാനിതിൽ മുഴുവനായിട്ടും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ അമർത്തി കൊടുക്കുക കേട്ടോ. ഒന്ന് ലെവൽ ചെയ്തിട്ടൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ തേങ്ങ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഒരു കുക്കർ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിസിൽ ഊരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിന് ആവിയൊക്കെ വന്ന് കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കി എടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ. അപ്പോൾ കണ്ടോ, ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇതെടുത്ത് മാറ്റാം. ഇപ്പോൾ ഇത് വെന്ത് കിട്ടാൻ 2 മിനിറ്റ് സമയം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മട്ടരി തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് രാവിലെ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് പുട്ടുണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷേ മിക്സിക്ക് കുറച്ച് കംപ്ലൈൻറ്റ് പെട്ടെന്ന് വരും കേട്ടോ അങ്ങനെ നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ അതിലേറെയൊക്കെ എളുപ്പം കുറച്ച് കൂടുതൽ അരി ഇതുപോലെ കുതിർത്തിയിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ട് വറുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4-5 മാസം വരെയൊക്കെ ഒരു കേടും ഉണ്ടാവാതെ എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ എല്ലാ മില്ലിലും ഇതുപോലെ ഇങ്ങനെ വറുത്ത് തരുന്നതുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, ഇല്ല എന്നാണ് തോന്നുന്നത്. എന്നാലും നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് അങ്ങനെ പൊടിച്ച് കൊടുത്തതിന് ശേഷം വീട്ടിൽ വറുത്തെടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ കാലം എടുത്ത് വെക്കാൻ പറ്റും. പിന്നെ ഒരു 2 കിലോ വരെയൊക്കെ ഉള്ളൂ കേട്ടോ നമുക്ക് വറുത്തെടുക്കാൻ കഴിയുള്ളൂ. അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് റിസ്ക് ഒന്നുമില്ല. കുറച്ച് കൂടുതൽ ക്യാഷ് ആയാലും നമുക്ക് വല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ വീഡിയോസിന് അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. ഞാൻ എന്തായാലും നിങ്ങൾക്ക് റീപ്ലൈ തരും. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും റീപ്ലൈ എന്തായാലും തന്നിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇനിയും ഇതേപോലുള്ള നല്ല സാധാരണ സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാൻ വരാം. ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.